ഗൾഫിൽ നിന്നുള്ള കുറെ മലയാളികളാണ് എന്നോട് ഈ ചോദ്യം ഉന്നയിച്ചത്. അസ്സലാമു അലൈക്കും എന്നൊരു അറബി എന്നോട് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് ക്രിസ്ത്യാനിയായ ഞാൻ തിരിച്ചു പറയാൻ പാടുണ്ടോ? അങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ കുമ്പസാരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. എന്ത് നല്ല ചോദ്യമല്ലേ. ഗൾഫിൽ ഒരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു. ആ അറബി പണിയെടുത്തുണ്ടാക്കിയ കാശിൽ നിന്ന് ഒരു വിഹിതം ഇവന് കിട്ടുകയാണ്. കാര്യം ഇവൻ അവിടെ ജോലി ചെയ്തിട്ടാണ് കിട്ടുന്നത്, അത് ഏത് കമ്പനിയിലാണെങ്കിലും. അപ്പൊ അവരുടെ ആഹാരത്തിൽ പങ്കെടുക്കാം, അവരുടെ വേർപ്പിൽ പങ്കെടുക്കാം, അവരുടെ വീട്ടിൽ താമസിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ അവർ അസ്സലാമു അലൈക്കും പറഞ്ഞ് ഞാൻ മറുപടി വഅലൈക്കും അസ്സലാം പറഞ്ഞാൽ ഞാൻ കുമ്പസാരിക്കണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ചിലരുടെ പഠനം നല്ല കത്തോലിക്കരുടെ മനസ്സിനെ എത്ര മാത്രം വിഷലിപ്തമാക്കിയിട്ടുണ്ടെന്നുള്ളത് പരിശുദ്ധ സഭയുടെ ഉന്നത അധികാരത്തിലിരിക്കുന്ന ഓരോ പിതാക്കന്മാരും ഓരോ വൈദികരും ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. എന്താണ് ഈ അസ്സലാമു അലൈക്കും? ഈ അസ്സലാമു അലൈക്കും എന്നത് ക്രിസ്ത്യാനി പറയാൻ പാടുണ്ടോ, പറഞ്ഞാൽ തെറ്റാണോ എന്ന് ചോദിച്ചെടുത്ത് ഞാൻ പറയുന്നു, ക്രിസ്ത്യാനി അത് പറയണമെന്ന് മാത്രമല്ല, പറഞ്ഞില്ലെങ്കിൽ തെറ്റാണ്. പറഞ്ഞില്ലെങ്കിൽ വേണം കുമ്പസാരിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ വചനം തന്നെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശു അറബിയിലാണ് സംസാരിച്ചതെങ്കിൽ അസ്സലാമു അലൈക്കും എന്നായിരിക്കും പറഞ്ഞിരിക്കുക. പക്ഷെ അറബിയിലല്ല സംസാരിച്ചത്. ഹീബ്രുവിലാണോ സുറിയാനിയാണോ എന്ന് എനിക്കറിയില്ല. സുറിയാനിയിലാണെങ്കിൽ ഷ്ലോമോ ലകുൽകൂൻ എന്ന് പറഞ്ഞു കാണും. ഇനി ഹീബ്രുവിലാണെങ്കിൽ ഷലോം അലൈഹം എന്ന് പറഞ്ഞു കാണും. എനിക്കറിയില്ല ഏത് ഭാഷയിൽ സംസാരിച്ചെന്ന്. പക്ഷേ അസ്സലാമു അലൈക്കും എന്ന അറബിയുടെ മലയാളമാണ് നിങ്ങൾക്ക് സമാധാനം. ഇത് കർത്താവ് പറഞ്ഞതാണ്.